ഭക്ഷണം. ഞാനത് പറയുമ്പോൾ സന്ദർഭോചിതമായി ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം, തായിഫിലേക്ക് മടങ്ങി വരാം. ഞാൻ മറന്നുപോയിട്ടില്ല, സന്ദർഭോചിതമായി ഓർമ്മിപ്പിക്കുകയാണ്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വിധേയരായി സ്വന്തം നാട്ടിൽ പിടിച്ചു നിൽക്കാനുള്ള അവസ്ഥയും ശക്തിയും ഇല്ലാത്തത് കൊണ്ട് ഗൾഫ് നാടുകളിൽ വന്ന് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, സാമ്പത്തിക കാര്യങ്ങളിൽ തികച്ച സൂക്ഷ്മത പുലർത്തുന്നവരായി നിങ്ങൾ മാറണം. കാരണം ഈ ഗൾഫിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പോലും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഗൾഫിൽ കച്ചവടം തുടങ്ങുന്നതിന് വേണ്ടി പലിശയ്ക്ക് പണമെടുത്തതിനെ പറ്റി, ഗൾഫിൽ കച്ചവടം തുടങ്ങുന്നതിന് വേണ്ടി പലിശയ്ക്ക് പൈസ എടുത്തതിനെ പറ്റി, നാട്ടിൽ പെങ്ങന്മാരെ കല്യാണം കഴിച്ചു വിടുന്നതിന് വേണ്ടി പലിശയ്ക്ക് പണമെടുത്തതിനെ പറ്റി, അങ്ങനെ പലിശ കൊടുക്കുന്നതിനെ പറ്റി. പലിശ വാങ്ങുന്നവരായി ആരും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിശുദ്ധ റമദാന്റെ അനുഗ്രഹീത രാത്രിയിൽ തീരുമാനമെടുക്കുക. ആരെങ്കിലും പലിശ വാങ്ങുന്നവരുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പലിശയുടെ അംശമുള്ള ഒരു നയാ പൈസ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വസ്ത്രത്തിൽ ചേരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് ഹറാമാണ്, നിങ്ങളുടെ വസ്ത്രം നിങ്ങൾക്ക് ഹറാമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആ സമ്പാദ്യത്തിൽ നിന്ന് പണം അയച്ചു കൊടുത്ത് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം ഹറാമാണ്, അവർ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. ഹറാമായ ഭക്ഷണം ശരീരത്തിൽ ചെല്ലുന്നിടത്തോളം കാലം, ഹറാമായ ഭക്ഷണത്തിൽ നിന്ന് സമ്പാദിക്കപ്പെട്ട ഒരു തുള്ളി രക്തം ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ഒരു മനുഷ്യൻ ചെയ്യുന്ന യാതൊരു സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയില്ല. ഇത് നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരും അഭിവന്ദരായ പണ്ഡിതന്മാരും പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. ഹറാമായ ഭക്ഷണത്തിന്റെ ഒരു അംശം ആക്കിലുർ റിബ വമുക്കിലുഹു കാതിബുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. നബിയുനാ റസൂലുള്ളാഹി. പലിശ തിന്നുന്നവൻ, പലിശ കൊടുക്കുന്നവൻ, പലിശയുടെ കണക്കെഴുതുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ, എല്ലാവരും നരകത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവപൂർവ്വം ആലോചിക്കണം. കൈപൊക്കാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ കൈപൊക്കാൻ പറഞ്ഞാൽ ഒരുപാട് കൈകൾ പൊങ്ങേണ്ടി വരും. പലിശ കൊടുക്കുന്ന ഒരുപാട് സഹോദരന്മാർ എന്റെ മുന്നിലുണ്ടാവും. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വിധേയരായി പലിശയുടെ കെണിയിൽ അകപ്പെട്ടു പോയ പലരും എന്റെ മുന്നിലുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലിശ എവിടെ പലിശയോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുണ്ട് എന്നതോ, പലിശ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നതോ, പലിശ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നതോ, പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതുമായ ബാങ്കുകളുണ്ട് എന്നതോ, ഇതൊന്നും പലിശ വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനോ നമുക്ക് ന്യായമല്ല മക്കളെ. പലിശ നിഷിദ്ധമാണ്. പലിശ വാങ്ങൽ നിഷിദ്ധമാണ്, പലിശ കൊടുക്കൽ നിഷിദ്ധമാണ്, പലിശയുടെ കണക്കെഴുതലും നിഷിദ്ധമാണ്, പലിശയ്ക്ക് സാക്ഷി നിൽക്കലും നിഷിദ്ധമാണ്. ഇവരെല്ലാവരും നരകത്തിലാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഗൾഫ് നാടുകളിൽ വന്ന് ജീവിതം മൊത്തം ഈ മണ്ണിൽ ചെലവഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരു സാഹചര്യത്തിന്റെ പേരിലും പലിശയുമായി ബന്ധപ്പെടാതിരിക്കാൻ ഈ വിശുദ്ധ റമദാന്റെ അനുഗ്രഹീത രാത്രിയിൽ തീരുമാനമെടുക്കണമെന്ന് ഞാൻ സന്ദർഭോചിതമായി ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഈ രാത്രി 25-ാം രാവാണിന്ന്, അല്ലെ? 25-ാമത് രാവാണിന്ന്. 25-ാമത് രാവ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാകാൻ എല്ലാ സാധ്യതകളുമുള്ള രാത്രികളിൽപ്പെട്ട രാത്രിയാണ്. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലാണ്, അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിലാണ്. മഹാനായ നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രി അനുഗ്രഹീത രാത്രിയാണ്. നാം നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് പ്രവാചക പ്രഭുവിനോടുള്ള പ്രേമം കൊണ്ട് നിറഞ്ഞ സ്വലാത്തിന്റെ വാക്കുകളാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവപൂർവ്വം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തീരുമാനമെടുക്കുക. പലിശയുമായി ഏതെങ്കിലും നിലയിൽ നമ്മൾ ബന്ധപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പലിശയുമായി ഏതെങ്കിലും നിലയിൽ നമ്മൾ ബന്ധപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പലിശ കൊടുക്കുന്നവരായിട്ടുണ്ടെങ്കിൽ പലിശയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തലാക്കണം. ഹറാമായ ഭക്ഷണം കഴിക്കാതിരിക്കണം, ഹറാമായ ഭക്ഷണം കഴിക്കാതിരിക്കണം, ഹറാമായ പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കാതിരിക്കണം, ഹറാമായ ഭക്ഷണം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ചാപ്പാട് കൊടുക്കാതിരിക്കണം, ഹറാമായ ഭക്ഷണം കൊണ്ട് അവർക്ക്, ഹറാമായ പണം കൊണ്ട് അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാതിരിക്കണം, ഹറാമായ പണം കൊണ്ട് വീട് വെക്കാതിരിക്കണം, ഹറാമായ പണം കൊണ്ട് വസ്തു വാങ്ങാതിരിക്കണം, ഹറാമായ പണം കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാതിരിക്കണം, ഹറാമായ പണം കൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാതിരിക്കണം. അതിനുള്ള ഒരു ഗൗരവമായ തീരുമാനം ഇൻഷാ അല്ലാഹ് ഈ രാത്രിയിൽ എടുക്കണം. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു, നിങ്ങളുടെ മനസ്സെന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളിൽപ്പെട്ട പലരും പലിശയുമായി ബന്ധപ്പെട്ടവരുണ്ടാകും, അല്ലേ മക്കളെ? ഉണ്ടാകും. പക്ഷേ ഇന്ന് ഇവിടുന്ന് തീരുമാനമെടുക്കുക, ഇൻഷാ അല്ലാഹ് എന്റെ കുടുംബം വിൽക്കേണ്ടി വന്നാലും, കിടപ്പാടം വിൽക്കേണ്ടി വന്നാലും, വാഹനം വിൽക്കേണ്ടി വന്നാലും, എന്ത് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും, ഏതെങ്കിലും ഒരു വഴിയിലൂടെ എനിക്ക് എന്റെ പലിശയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആ ബന്ധം അവസാനിപ്പിക്കും. പലിശയുമായിട്ടുള്ള ബന്ധം ഞാൻ നിർത്തും. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി 4 മദ്ഹബിന്റെ ഇമാമുകളിൽ വെച്ച് ഏറ്റവും അഗ്രഗണ്യനായ പണ്ഡിതൻ,
അള്ളാഹുവിന്റെ ആത്മജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ പണ്ഡിതൻ. വെറും ഫിഖ്ഹിൽ മാത്രം ഒതുങ്ങി നിന്ന പാണ്ഡിത്യമല്ല ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പാണ്ഡിത്യം. ആത്മജ്ഞാനത്തിന്റെ അഗാധതകളിലേക്ക് കടന്നുപോയ, അള്ളാഹുവിനെ കുറിച്ചുള്ള എല്ലാ അത്ഭുതകരമായ അറിവുകളും കരസ്ഥമാക്കിയ മഹാനായ പണ്ഡിതനാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ അദ്ദേഹം കുറച്ച് പണം ഒരു മനുഷ്യന് കടം കൊടുത്തു. ഒരാളിന് കുറച്ച് കടം കൊടുത്തു. പണം കടം കൊടുത്തതിന് ശേഷം അത് തിരിച്ചു വാങ്ങിയിട്ടില്ല. തിരിച്ചു വാങ്ങാതിരിക്കവേ ഒരിക്കൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘമായ യാത്രയിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ക്ഷീണം തോന്നി, വല്ലാത്ത അവശത തോന്നി. ഒരൽപ്പം ക്ഷീണമകറ്റാൻ വേണ്ടി ഒരൽപ്പം റെസ്റ്റ് എടുക്കണമെന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തോന്നി. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഒരു തോട്ടം കണ്ടപ്പോൾ ആ തോട്ടത്തിലേക്ക് കയറിയിരുന്നു. ആ തോട്ടത്തിൽ കയറിയിരുന്നിട്ട് വളരെ ഗൗരവപൂർവ്വം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഈ ചൂടില് നിങ്ങൾ ഇങ്ങനെ ഞെരങ്ങി ഇവിടെ നിൽക്കുമ്പോൾ, ഇവിടെ നിന്ന് പോകുമ്പോൾ കുറെ പ്രസംഗം ഞാൻ ഇങ്ങനെ പറഞ്ഞു. കടല് പോലെ കുറച്ച് വാക്കുകളെങ്കിൽ നിന്ന് വന്നു. എന്നിട്ട് നിങ്ങൾ അത് കേട്ടിട്ട് പോയി. പ്രസംഗം ഗംഭീരമായിരുന്നു. അൽഹംദുലില്ലാഹ് ഉസ്താദിന് ഇപ്പോഴും പ്രസംഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതിന് നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു തആല എന്റെ കാലിന് വേദന ഉണ്ടാക്കി. എന്റെ 2 കാലുകളും എനിക്ക് തറയിൽ കുത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഒരു കാല് മുറിക്കപ്പെട്ടു പോയി, അടുത്ത കാല് നീര് കൊണ്ടിട്ട് കാലിന്റെ പാദം വീർത്തിരിക്കുക. എന്റെ കൈകൾ എനിക്ക് പൊക്കാൻ പറ്റാത്തവണ്ണം വേദനയുണ്ട്. എന്റെ പെടലിക്ക് സർവിക്കൽ സ്പോണ്ടിലോസിസ് കൊണ്ട് വേദനയുണ്ട്. എന്റെ നട്ടെല്ലിന് ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടുള്ള വേദനയുണ്ട്. ഒരുപാട് വേദനകളും അസ്വസ്ഥതകളും ഉണ്ട്. പക്ഷേ എന്റെ റബ്ബ് എന്റെ ശബ്ദം അടപ്പിച്ചില്ല. എന്റെ ശബ്ദം എന്റെ റബ്ബ് കുറച്ചില്ല. എന്റെ ശബ്ദത്തിന്റെ ശക്തി എന്റെ റബ്ബ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. അത് മരണം വരെയും നിലനിർത്തി കിട്ടാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എപ്പോഴും ദ്വാരക്കണം. അല്ലാഹു തആല ഈ ശബ്ദം അവന്റെ ദീനിനു വേണ്ടി, അവന്റെ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, അവന്റെ ഖുർആന് വേണ്ടി, ലോകത്തെ മുഴുവൻ മർദിതർക്ക് വേണ്ടിയും ഈ ശബ്ദം ഉപയോഗിക്കാൻ അല്ലാഹു മരണം വരെയും എനിക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇമാം അബൂ, അപ്പൊ ഞാൻ പറയുന്നത് ഗംഭീരമായിട്ട് ഞാൻ കുറച്ച് വിളിച്ചു കൂവി നിങ്ങൾ പോയിട്ട് നന്നായിട്ട് എന്റെ പ്രസംഗം എന്ന് പറഞ്ഞു പോയാൽ പോരാ. ഇന്നത്തെ ഈ രാത്രിയുടെ ഒരുമിച്ച് കൂടൽ കൊണ്ട് 1-2 കൊച്ചു തീരുമാനങ്ങൾ, അത് കൊച്ചു തീരുമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ, നമ്മുടെ പരലോകത്ത് നമ്മളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന തെറ്റുകളിലാണ് നാം ഉള്ളതെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെടുക്കണം. പലിശാബഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പണം കടം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു തോട്ടത്തിൽ കയറിയിരുന്നു. ആ തോട്ടത്തിൽ കയറി കുറെ സമയം ഇങ്ങനെ ഇരുന്നു. വല്ലാത്ത ക്ഷീണമുണ്ട്. ഏതോ ഒരു ഓർമ്മയിൽ ഇരുന്നിട്ട് ആ തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് കുറച്ച് മണ്ണ് ഇങ്ങനെ കൈകൊണ്ട് വാരി വെറുതെ ഇങ്ങനെ, നമ്മളൊക്കെ എവിടെങ്കിലും തനിയെ ഇരിക്കുമ്പോൾ ചെയ്യാറുള്ള ഒരു കാര്യമാണല്ലോ. ഒന്നുകിൽ കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ മണ്ണിൽ നമ്മൾ ഇങ്ങനെ മണ്ണ് കൈകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മണ്ണ് കൈകൊണ്ട് ഇങ്ങനെ വെറുതെ ഇളക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് അബൂ ഹനീഫ ഇമാമിന് എന്തോ ഒരു ഓർമ്മ വന്നു. അദ്ദേഹം ഈ തോട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കി. താനിരിക്കുന്ന ഭാഗം ഏതാണെന്ന് അദ്ദേഹം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഇത് താൻ പണം കടം കൊടുത്തിട്ടുള്ള മനുഷ്യന്റെ ഭൂമിയാണിത്. താൻ തന്നിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുള്ള ആളിന്റെ തോട്ടമാണിത്. ആ തോട്ടത്തിലാണ് ഞാൻ ഇരുന്നത്. ആ തോട്ടത്തിലെ മണ്ണിലാണ് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അയാളുടെ വീട്ടിലേക്ക് ഓടി. ഇമാം അബൂ ഹനീഫ അയാളുടെ വീട്ടിലേക്ക് ഓടി ചെന്നു. അയാൾ പെട്ടെന്ന് കരുതിയത് ഇമാം അബൂ ഹനീഫ പണം കടം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ വേണ്ടി വരികയാണെന്നാണ്. അയാൾ വളരെ വേദനയോടുകൂടി, വളരെ പരിഭ്രമത്തോടുകൂടി അബൂ ഹനീഫ ഇമാമിന്റെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു ഇമാം അബൂ ഹനീഫയോട്, അബൂ ഹനീഫ പണം ആയിട്ടില്ല, തരാൻ സമയമായി എന്ന് എനിക്കറിയാം, പക്ഷേ പണം ഇതുവരെ ആയിട്ടില്ല, ക്ഷമിക്കണം. ഇമാം അബൂ ഹനീഫ പറഞ്ഞു, മോനെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. ഞാൻ ഇന്ന് നടന്നു പോകുമ്പോൾ നിന്റെ തോട്ടത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നിയപ്പോൾ ആ തോട്ടത്തിൽ കുറച്ച് സമയം ഞാൻ കയറിയിരുന്നു. അവിടുന്ന് ആ മണ്ണ് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇത് നിന്റെ തോട്ടമാണെന്ന്. നിന്റെ തോട്ടമാണെന്ന് അറിയാതെയാണ് ഞാൻ ഇങ്ങനെ കയറി ഇരുന്നു പോയത്. നീ എനിക്ക് പണം വാങ്ങിയത് തരാനുണ്ടല്ലോ. ഞാൻ ആ തോട്ടത്തിൽ ഇരുന്നു പോയത്, ഞാൻ എന്റെ കൈകൾ കൊണ്ട് മണ്ണ് വാരി കളിച്ചു പോയത്. എന്റെ റബ്ബിന്റെ മുന്നിലെ നിനക്ക് ഞാൻ പണം കടം തന്നു പോയതിന് പകരമായിട്ട് അതിന് പലിശയായിട്ട് പരിഗണിക്കപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു മോനെ. അതുകൊണ്ട് വേണ്ട, നീ എനിക്ക് തരാനുള്ള പണം തിരികെ തരണ്ട. ഞാനത് പൊരുത്തപ്പെട്ടിരിക്കുന്നു, എനിക്കത് വേണ്ട. എന്നെ
എന്നെ എങ്ങാനും എന്റെ റബ്ബ് പലിശയുടെ അംശമായി ഈ കാര്യത്തെ കണക്ക് കൂട്ടിപ്പോയാൽ എന്റെ ജീവിതം നഷ്ടത്തിലായി പോകും മോനെ. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി സ്വർഗത്തിൽ കടക്കുമെന്നാണ് മക്കളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ആ സ്വർഗത്തിൽ